നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിനെതിരായ ആക്രമണത്തിനിടെ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തതായി ഒരു കുറ്റബോധവുമില്ലാതെ ക്രൂരമായ ക്രൂരകൃത്യം പിതാവും മകനും സമ്മതിച്ചു. 47-കാരനായ ജമാൽ ഹുസൈൻ അഹമ്മദ് റാഡിയും അദ്ദേഹത്തിന്റെ കൗമാരക്കാരനായ മകൻ അബ്ദുള്ളയും ഒക്ടോബർ 7 ഇസ്രായേൽ നഗരങ്ങളിൽ നടത്തിയ ആക്രമണത്തിനിടെ ഒരു സ്ത്രീയെ കൊല്ലുന്നതിനു മുമ്പ് അവർ എങ്ങനെ മാറി മാറി ബലാത്സംഗം ചെയ്തുവെന്ന് ചോദ്യം ചെയ്യുന്നവരോട് പറയുന്നത് വീഡിയോയിൽ കാണിക്കുന്നു. ഇസ്രായേൽ സൈന്യം ചോദ്യം ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഞാൻ ചെയ്തത് ഞാൻ ചെയ്തു. ഞാൻ അവളെ ബലാത്സംഗം ചെയ്തു. അവളുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ ഞാൻ അവളെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി. അവൾ ജീൻസ് ഷോർട്ട്സ് ധരിച്ചിരുന്നതായി ഞാൻ ഓർക്കുന്നു. അതിനെക്കുറിച്ച് ജമാൽ കുറ്റസമ്മത വീഡിയോയിൽ പറയുന്നു. യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം പിതാവ് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് 18-കാരനായ അബ്ദുള്ള പറഞ്ഞു. അവളെ ബലാത്സംഗം ചെയ്തു, എന്നിട്ട് ഞാൻ ചെയ്തു, പിന്നെ എന്റെ കസിൻ ചെയ്തു, എന്നിട്ട് ഞങ്ങൾ പോയി. പക്ഷെ ഞങ്ങൾ ബലാത്സംഗം ചെയ്ത ശേഷം എന്റെ പിതാവ് യുവതിയെ കൊന്നു, അയാൾ കുറ്റസമ്മത വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയിൽ ജമാൽ യാതൊരു പശ്ചാത്താപവുമില്ലാതെ ചാരനിറത്തിലുള്ള ട്രാക്ക് സൂട്ടും കൈവിലങ്ങും ധരിച്ച് ഇസ്രായേലി പതാകയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നതായി കാണാം. ഞങ്ങൾ ആരെങ്കിലും കണ്ടെത്തിയ ഓരോ വീട്ടിലും ഒന്നുകിൽ ഞങ്ങൾ അവരെ കൊല്ലുകയോ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തു. ഒരു വീട്ടിൽ കയറി അഭയം തേടിയ ദമ്പതികളെ കൊലപ്പെടുത്തിയതിന്റെ ഭയാനകമായ വിശദാംശങ്ങൾ ഒരു പശ്ചാത്താപവുമില്ലാതെ ജമാൽ വിവരിച്ചു. ആദ്യത്തെ വീട്ടിൽ ഞാനൊരു സ്ത്രീയെയും അവളുടെ ഭർത്താവിനെയും കണ്ടെത്തി. ഞങ്ങൾ അവരെ തീ കൊണ്ട് അടിച്ചു കൊന്നു. അവർ 40കളുടെ അവസാനത്തിലായിരുന്നു. ജമാലിന്റെയും അബ്ദുള്ളയുടെയും അസ്വസ്ഥയുണ്ടാക്കുന്ന അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതിവേഗമാണ് പ്രചരിക്കുന്നത്. ഗാസയിൽ യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ 1200ഓളം പേർ കൊല്ലപ്പെടുകയും 250-ലധികം പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഹമാസ് ഗ്രൂപ്പിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രായേലിന്റെ തിരിച്ചടി ഗാസയിൽ 35,000-ലധികം മരണങ്ങൾക്ക് കാരണമായതായി അധികാരികൾ പറയുന്നു. പൈജാമ ധരിച്ച 5 വനിതാ സൈനികരെ ഹമാസ് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ഈ ആഴ്ച ആദ്യം ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. ഹമാസുകാർ വനിതാ സൈനികരെ മർദ്ദിക്കുന്നത് കാണാം. രക്തം വാർന്നു ഒഴുകുന്നതിനിടെ അവരെ അടിച്ചു ജീപ്പിൽ കയറ്റുന്നത് കാണാം. തോക്കുധാരികളിൽ ഒരാൾ അറബിയിൽ പറയുന്നത് കേൾക്കാം, നിങ്ങൾ നായ്ക്കളാണ്, ഞങ്ങൾ നിങ്ങളെ ചവിട്ടും നായ്ക്കൾ. ഈ രീതിയിലായിരുന്നു ഹമാസിന്റെ നരനായാട്ട്. ഈ പെൺകുട്ടികൾ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ്, ഇസ്രായേൽ സർക്കാർ വക്താവ് ഡേവിഡ് മെൻസൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നിരുന്നാലും ഹമാസിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരുമെന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെയും ഹമാസ് നടത്തിയ അതിക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഒക്ടോബർ 7 UN സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധി പ്രമീള പാറ്റൺ നൽകിയ ലൈംഗിക അതിക്രമ സംഭവങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ ഹമാസിന്റെ ക്രൂരതകൾ എടുത്തു പറയുന്നുണ്ട്. ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം ഗാസ മുനമ്പിന് സമീപമുള്ള കഫർ അസ് സമൂഹം കൂട്ടക്കൊല ചെയ്യപ്പെട്ടെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിന്റെ 70ഓളം പേരടങ്ങുന്ന സംഘമാണ് കഫർ അസ സമൂഹത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. പ്രദേശത്ത് നിന്നും ഹമാസ് പിന്മാറിയതിനു പിന്നാലെ 40 ചെറിയ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ ചില കുട്ടികളുടെ തല വെട്ടിമാറ്റപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പ്രദേശത്തുടനീളം മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണ്. മൃതദേഹങ്ങളിൽ പോലും ചവിട്ടുകയും തുപ്പുകയും ചെയ്തു. ഇസ്രായേലിലെ റേപ്പ് ക്രൈസിസ് സെന്റേഴ്സ് അസോസിയേഷൻ ഒക്ടോബർ 7 അരങ്ങേറിയ സംഭവങ്ങളെക്കുറിച്ച് അവരുടെ ഔദ്യോഗിക റിപ്പോർട്ട് സൈലന്റ് ക്രൈ എന്ന തലക്കെട്ടോടെ പുറത്തിറക്കിയിരുന്നു. ഒരു രാഷ്ട്രത്തിന് നേരെ നടന്ന ഏറ്റവും ഭീകരമായ ആക്രമണങ്ങളിൽ ഒന്നിനെ വിവരിക്കുന്നതാണ് പ്രസ്തുത റിപ്പോർട്ട്. അതിൽ രഹസ്യവും പരസ്യവുമായി പലരും നടത്തിയ സാക്ഷ്യപ്പെടുത്തലുകൾ, ദൃക്സാക്ഷി വിവരണങ്ങൾ, ഇരയുടെ വെളിപ്പെടുത്തൽ, സാക്ഷികളുമായുള്ള അഭിമുഖങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നു. അതിൽ പറയുന്നത് ഇസ്രായേലിനെ ദ്രോഹിക്കാൻ 2 വഴികളാണ് ഹമാസ് പ്രധാനമായും തെരഞ്ഞെടുത്തതെന്നാണ്. 1 പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകൽ, 2 ക്രൂരമായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഹമാസ് ഭീകരർ ഇരകളെ ഭീഷണിപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ അക്രമാസക്തരായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തതായി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ഇരകളുടെയും അവരുടെ വേണ്ടപ്പെട്ടവരുടെയും വേദനയും അപമാനവും വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ചാണ് അവർ ഈ ക്രൂരകൃത്യം ചെയ്തത്. എന്നിരുന്നാലും ഹമാസ് തങ്ങളുടെ പോരാളികളുടെ പെരുമാറ്റത്തെ ന്യായീകരിക്കുകയും വീഡിയോയെ പൊതുജനാഭിപ്രായം കൈകാര്യം ചെയ്യാനുള്ള ശ്രമമാണെന്ന് പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.